കോഴിക്കോട് ജില്ലയിലെ നന്മണ്ടയിലുള്ള കൈത്തറി നെയ്ത്ത് സഹകരണ സംഘത്തിലാണ് ഞാനിരുന്നത്. നമുക്കും ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്ത്യൻ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മികച്ച കരകൗശലത്തിന്റെ നീണ്ട പാരമ്പര്യമാണ് ഇന്ത്യയിലെ കൈത്തറി വ്യവസായത്തിനുള്ളത്. ഗ്രാമീണ മേഖലയിലെ രണ്ടാമത്തെ വലിയ തൊഴിൽ ദാതാവ് കൂടിയാണ് കൈത്തറി വ്യവസായം. ലോകത്തിലെ 20-ലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ കൈത്തറി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. കൈത്തറി നെയ്ത്ത് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നെയ്ത്തുകാരുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധവൽക്കരണം നൽകുന്നതിനുമായി ഇന്ത്യയിൽ ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നു. നമ്മളെല്ലാവരും ദിവസേന ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് പിറകിൽ ഒരുപാട് ആളുകളുടെ കഠിന പ്രയത്നമുണ്ട്. നിറം, ഘടന, കനം, ചൂട് നിലനിർത്തൽ, ധരിക്കാനുള്ള സുഖം എന്നിവ ഉൾപ്പെടെ വ്യത്യസ്ത ഗുണങ്ങളുടെ നെയ്തെടുത്ത തുണിത്തരങ്ങൾ. പണ്ട് മുതലേ കേരളത്തിൽ ധാരാളം നെയ്ത്തുതറകൾ നിലവിലുണ്ടായിരുന്നു. തുണികൾ നെയ്തെടുക്കാൻ പരമ്പരാഗത നെയ്ത്തു തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന ഒരു യന്ത്രമാണ് മഗ്ഗം. നീളത്തിൽ വലിച്ചു നിർത്തിയ പാവിന്റെ നൂലിഴകളിലൂടെ ഓടം ഓടിച്ചാണ് തുണികൾ നെയ്തെടുക്കുന്നത്. ഓടം എന്നാൽ രണ്ടറ്റവും സൂചി പോലെ കൂർത്ത മുനയുള്ള പിച്ചള കൊണ്ട് ഘടിപ്പിച്ച ഏകദേശം വള്ളം പോലെ തോന്നിക്കുന്ന ഒന്നാണ്. ഒരു സാരി അല്ലെങ്കിൽ ഒരു മുണ്ട് നെയ്തെടുക്കാൻ ഒരു നെയ്ത്തുകാരന്റെ കുടുംബം മുഴുവൻ ഏതാനും മാസങ്ങളോളം അധ്വാനിക്കേണ്ടി വരാറുണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിൽ നന്മണ്ടയിലെ തന്നെ കുന്നത്തെരു ഭാഗങ്ങളിലെ ഓരോ വീടുകളിലും നെയ്ത്ത് തറകൾ ഉണ്ടായിരുന്നു. ഈ കുലത്തൊഴിൽ ചെയ്തിട്ടായിരുന്നു ഓരോ കുടുംബവും നിലനിന്നിരുന്നതും. ആ കാലഘട്ടത്തിൽ ഓരോരുത്തരും അവരവരുടെ തന്നെ വീടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ കുറേ നെയ്ത്ത് തറകൾ വെച്ച് ഒരുപാട് പേർ ജോലി ചെയ്തോ വരുന്ന ഒരു സമ്പ്രദായവും ഉണ്ടായിരുന്നു. നൂൽ തുണി രൂപത്തിലാവുന്നത് വരെ ഒരുപാട് ആളുകളുടെ അധ്വാനവും വേണമായിരുന്നു. നൂൽ പുഴുങ്ങി ഉണക്കിയെടുത്ത് മല്ലിയാക്കി അത് പാവി ചുറ്റി നൂൽ പിരിച്ച് തറയിൽ നെയ്ത് തുണിയാക്കുന്നതായിരുന്നു രീതി. പുരുഷന്മാരെല്ലാം തറയിൽ തുണികൾ നെയ്തെടുക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് ഒരുപാട് ജോലിഭാരം ഉണ്ടായിരുന്നു. സ്ത്രീകളായിരുന്നു നൂൽ ചുറ്റി പാവാകുന്നത് വരെയുള്ള ഓരോ ഘട്ടത്തിലും ജോലി ചെയ്യേണ്ടിയിരുന്നത്. മഴക്കാലമാകുമ്പോൾ നൂൽ പുഴുങ്ങി ഉണക്കിയെടുക്കുന്നതെല്ലാം വളരെ പ്രയാസകരമായിരുന്നു. ഇന്ന് അതെല്ലാം കാണാൻ കാഴ്ചകളായിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ മേഖലയിൽ ഈ ഒരു സംഘം മാത്രമാണ് നിലവിലുള്ളത്. ഇവിടെ തന്നെ നൂല് നൂൽക്കാനും നെയ്ത്തിനും പാവ് ചുറ്റാനും നല്ലി ചുറ്റാനും എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. വളരെ മനോഹരമായ ഡിസൈനുകളിൽ ചുരിദാർ മെറ്റീരിയൽ, ടർക്കി, പുതപ്പ്, ബെഡ്ഷീറ്റ്, തോർത്ത്, ലുങ്കി തുടങ്ങിയ ഒരുപാട് തുണിത്തരങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ഇവിടെയുള്ള എല്ലാവരും നെയ്ത്തിൽ ഏറെ കാലത്തെ പരിചയമുള്ളവരാണ്. ഇവർ നെയ്തെടുത്ത തുണിത്തരങ്ങൾ നന്മണ്ടയിലെ തന്നെ ഇവരുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ വിൽപ്പനയ്ക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. വലിയ അധ്വാനവും കുറഞ്ഞ വരുമാനവും പലരെയും ഈ മേഖലയിൽ നിന്നും പിന്മാറ്റി. ഒരു കാലത്ത് പാടെ നശിച്ചുപോയ കൈത്തറി നെയ്ത്ത് പുനരുജ്ജീവിപ്പിക്കാൻ കേരള സർക്കാർ വൻ പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചു വരുന്നത്. പരമ്പരാഗത രീതിയിലുള്ള കൈത്തറി നെയ്ത്ത് വസ്ത്രങ്ങൾ കാലാനുസൃതമായ മാറ്റങ്ങളോടെ, വൈവിധ്യവൽക്കരണത്തോടെ, ഗുണനിലവാരത്തോടെ ഉള്ളതുകൊണ്ടാവാം ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾക്ക് ഏറെ കാലമായി ആവശ്യക്കാർ ഏറുന്നതും അംഗീകാരങ്ങൾ ലഭിക്കുന്നതും. കേരള പൈതൃകത്തിന്റെയും തനിമയുടെയും മുഖമുദ്രയാണ് കൈത്തറി വസ്ത്രങ്ങൾ. വസ്ത്രസങ്കല്പത്തിൽ കൈത്തറിക്കും ഒരു സ്ഥാനം നമ്മൾ എല്ലാവരും കൊടുത്താൽ ഈ മേഖലയും വൻ വിജയമായി തീരും. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.